ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു അറിവിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫോട്ടോഷോപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഫോട്ടോ വർക്ക്സുകളും ഇമേജ് വർക്കുകളും എഡിറ്റിങ്ങുകളും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പാണ്. ഇമേജുകളും ഫോട്ടോസും ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഡോബ് ഫോട്ടോഷോപ്പാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് അഡോബ് ഫോട്ടോഷോപ്പ് ഫിക്സ് എന്ന ഈ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ പേജ് ആരെങ്കിലും ലൈക്ക് ചെയ്തവരുണ്ടെങ്കിൽ ടെക് വേൾഡ് മലയാളം ഇന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പേജ് ലൈക്ക് ചെയ്തിടുക. ഒപ്പം ഈ കാണുന്ന ഫോളോയിങ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സി ഫസ്റ്റ് അടിച്ചിടുക. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങളുടെ ടൈം ലൈനിൽ എത്തിപ്പെടുകയുള്ളൂ. ഇനി ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുക. ഈ ഇൻ്റർഫേസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യണം. അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ലിങ്ക് അവരുടെ ഈ സൈറ്റിൽ സെർവറിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക, അല്ലാത്തവരാണെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഒരു ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും കൊടുത്ത് ഒരു യൂസർ നെയിം കൊടുക്കാം. സാധാരണ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിൽ കയറാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഇൻ്റർഫേസ് നിങ്ങൾ മുമ്പ് ചെയ്ത വർക്കിൻ്റെതാണ്. അപ്പോൾ ഞാനിതിലൊരു എഡിറ്റിംഗ് ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോസ് ജസ്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് കാണാൻ സാധിക്കും. ഇതിൽ മുകളിലായിട്ടും ഫുൾ സ്ക്രീൻ ചെയ്യാനുള്ളതും പിന്നെ അൺഡോ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ലെയറിംഗ് ഓപ്ഷനാണ്. ഇത് പിറകോട്ട് പോകാനുള്ള എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോസിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള ഇമേജ് ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അവിടുന്ന് കളയാനുള്ള ഒരു ഓപ്ഷനാണ് ഹീലിംഗ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണും. ബ്രഷിൻ്റെ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സൈസ് സെലക്ട് ചെയ്യണത് ഇത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ കാണുന്ന ഭാഗത്ത് താഴോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷിൻ്റെ സൈസ് ചെറുതാവും. മുകളിലോട്ട് സ്ക്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രഷിൻ്റെ സൈസ് ബിഗ് ആവുന്നതായിരിക്കും, വലുതാവുന്നതായിരിക്കും. അതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന ടൂള് ഹാർഡ്നെസ് ആണ്. തിക്നെസ്സിൻ്റെ സോഫ്റ്റ്നെസ്സിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇതാണിത്. ഇപ്പോൾ ഞാനൊരു ടൂൾസിനകത്ത് ഈ ഹീലിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സ്പോട്ട് ഹീൽ ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഭാഗത്ത് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാണ്. ഇവിടെ നോക്കുക, വളരെ വ്യക്തമായിട്ട് തന്നെ യാതൊരു ഇതുമില്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ മായ്ച്ചറിയാൻ സാധിക്കുന്നതാണ്. അതേ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇതുപോലെ ചെയ്യാം. ഒരു ഓപ്ഷൻ നോക്കുക, ഇങ്ങനൊരു വീഡിയോ ഇങ്ങനൊരു ഇമേജ് ഇവിടെ ഉണ്ടായി എന്ന് തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കില്ല. ഇനി എത്ര സൂം ചെയ്താലും അവിടെ ഒരു ഇങ്ങനൊരു ഇമേജ് ഇവിടെ ഉണ്ടായി എന്ന് എത്ര സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി ഈ കാണുന്ന ഈ ബോക്സ്, താഴെ കാണുന്ന ബോക്സ് നമുക്ക് ഇവിടുന്ന് മായ്ച്ച് കളയാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള വെള്ളം നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കളയാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, സൈസും കൂട്ടി കൊടുക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന എഡിറ്റിങ്ങിൽ ചിലപ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസോട് കൂടിയായിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോഷോപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഭാവനയും കൂടി ഉണ്ടാവേണ്ടതാണ്. നോക്കുക, നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറഞ്ഞിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തിരിച്ചെടുത്തു. ഈ ഇമേജിൽ വന്നിട്ടുണ്ടായിരുന്ന നേരത്തെ നോക്കുക, സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സ് നമ്മൾ കളഞ്ഞു. അതിന് ശേഷം സാധാരണ ഇമേജിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വശം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ അവിടെ നിന്ന് എറേസ് ചെയ്യുമ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമുക്ക് കാണുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതിൻ്റെ നിലവിലുള്ള അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിച്ചു.
ബാക്കിലുണ്ടായിരുന്ന വെള്ളം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും കൂടി ഞാൻ അൺഡു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇവിടുന്ന് ഈ ബോക്സാണ് നമ്മൾ ഇവിടുന്ന് കളഞ്ഞ സമയത്ത് ഇവിടെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നില്ല. നോക്കുക, വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് പാച്ച് വർക്കാണ്. ഇത് ജസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ഓപ്ഷനിലാണ് അത് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ നമുക്ക് ആർക്കും ഉപകാരപ്പെടാത്തൊരു ഓപ്ഷനാണ്. നോക്കുക, ഇത് ഒരു അത്ര സ്റ്റാമ്പ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു ചെറിയൊരു പീസ് കൊണ്ടുപോയി കൊടുത്ത് ഇവിടെ വെച്ച് കൊടുക്കലാണ്. ഞാനത് കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതങ്ങനെ ആർക്കും ഉപകാരപ്പെടാത്തൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇവിടുന്ന് അൺഡു കൊടുത്ത് എക്സിറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ വേറൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ബാക്കിയുള്ള ഓപ്ഷനുകളാണെന്ന്. ഓക്കെ കൊടുത്തു. ഞാൻ ഇവിടുന്ന് ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം ഈ കാണുന്ന പ്ലസ് ബട്ടൺ, ഇത് ആഡിങ് ബട്ടനാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷനാണ് ഫോൺ. നിങ്ങളുടെ ഫോണിലുള്ള ഏത് ഇമേജുകളും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. താഴത്തത് നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ളത്. മൂന്നാമത്തെ നിങ്ങളുടെ ഇതിൻ്റെ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ സ്റ്റോറേജ് ബോക്സാണ്. ഇനി ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഫോണിലുള്ള ഗാലറിയിലുള്ള ഒരു ഫോട്ടോസാണ്. ഞാനിവിടെ DQൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കാണുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാം. ഇതിൽ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ പെയിൻ്റാണ് നിങ്ങളിവിടെ പരിചയപ്പെടുത്തി വരുന്നത്. ഈ പെയിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കളർ കാണാം. നിങ്ങൾക്ക് ഏത് വശത്താണ് ഏതെങ്കിലും ഒരു കളർ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ വശത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മുടിക്ക് ചെറുതായിട്ടൊരു പിങ്ക് കളർ കൊടുക്കണം. സാധാരണ പിക്സാർട്ടിലൊക്കെ ഇത് കൊടുക്കാൻ വളരെ പാടാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങൾക്ക് പെയിൻറ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്രഷിൻ്റെയും അതുപോലെ പിക്ക് കളർ കാണിക്കുന്നതായിരിക്കും. ഈ പെയിൻറ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള പെയിൻറ്റിൻ്റെ ഓപ്ഷനാണ്. ഇത് പിക്ക് കളർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ പിക്ക് ചെയ്തെടുക്കാനുള്ള ഉദാഹരണം ഞാനിപ്പോൾ ഇവിടുന്ന് ഈ കളർ കൊണ്ടുപോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡ്യൂക്കിൻ്റെ ഈ ശരീരഭാഗത്തുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേ കളർ എവിടെ വേണേലും കൊണ്ടുപോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി ഈ ഷർട്ടിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കളർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കുക, നമ്മളുടെ എയർ കളർ, ഏത് കളർ, ഇവിടെ ഈ കളർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പെയിൻറ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കളർ എന്ന ഭാഗത്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഡയഗ്രാം വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള RGB മിക്സ്ഡ് കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇത് എയറിന് ഫിക്സ് ചെയ്യാനുള്ള ഒരു കളറാണ്. അതുപോലെ തീംസ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഇതുപോലെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത് മിക്സഡ് അല്ല, നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോറി, നോട്ടിഫിക്കേഷൻ ഓൺ ആയിപ്പോയി. ഇതുപോലെ തന്നെ മൈ ലൈബ്രറി, നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ പിക്കർ എന്ന ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രഷിൽ ഓപ്ഷൻ ഉണ്ട്. കപ്പാസിറ്റി ഉള്ളതും കപ്പാസിറ്റി കുറഞ്ഞതായുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്മൂത്ത്നെസ് ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്. ഇവിടെ ഏറ്റവും ഭാഗത്ത് സൈസാണ്. ഞാനിവിടെ ഹാർഡ്നെസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഭാഗത്ത് ഈ എയറുള്ള ഭാഗത്ത് ഞാനൊന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്തതായിട്ടുള്ള ഒരു കളറ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും. ഇനി മുഴുവനായിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുക, ഈ കളർ ഇപ്പോൾ ഇവിടെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതിപ്പോൾ ഞാൻ കൊടുത്ത കളറ് ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ ഫിക്സിങ് വരുമ്പോൾ ഇത് ബോറായിട്ട് വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഈ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം സൈസ് ഒന്ന് മാറ്റി കൊടുക്കുക. ചെറുതായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതുപോലെ ആവശ്യത്തിനുള്ള എയറിൻ്റെ ആവശ്യമുള്ള കളർ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഫ്രീക്കന്മാർക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള എയറിൻ്റെ കളർ ഞാൻ കൊടുത്ത ഈ വീഡിയോയിലേക്ക് വേണ്ടി എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്കന്മാർക്കൊക്കെ നിങ്ങളുടെ ഏത് എയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അട്രാക്റ്റീവ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. 1 മില്യൺ ഡൗൺലോഡിംഗ് ഉണ്ട്. നല്ല റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ്.
അപ്പോൾ ഇത് ഞാൻ അൺഡു ചെയ്തതിന് ശേഷം അതിന് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിനുള്ള ഓപ്ഷൻ നമ്മുടെ ഫേസ് വെയ്റ്റനിങ് ആണ്. വെയ്റ്റനിങ്ങിൻ്റെ ഓപ്ഷൻ ഞാനിവിടെ ലൈറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് വെയ്റ്റനിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോക്കുക, കൊടുത്ത ഫേസ് എത്രത്തോളം വെളുത്ത് വരുന്നുണ്ടെന്ന് നോക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്തതാണ്, പിക്സാർട്ടിൽ ചെയ്തതാണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ ക്ലിയറായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ നല്ല വെയ്റ്റ്നെസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫേസിന് നല്ല വെയ്റ്റനിങ് കൊടുക്കാം. ഒരിക്കലും ഇതൊരു എഡിറ്റിംഗ് എന്ന് തിരിച്ചറിയില്ല ആയിരിക്കും. നമുക്ക് ഈ ഭാഗത്തുള്ള എല്ലാ ഡാർക്ക്നെസ്സും നമുക്ക് ഇവിടെ വെച്ച് കളയാൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായിരിക്കുന്നതാണ്. നോക്കുക, ഈ ഭാഗത്തൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെയ്റ്റനിങ് കൊടുക്കാം. ഇനി നിങ്ങൾ ഏറ്റവും നല്ല വെളുത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വെളുത്തു ബോറായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ ഡാർക്കൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ വെയ്റ്റിംഗ് ചെയ്ത അതേ സ്ഥലത്തേക്ക് നമുക്ക് ഡാർക്ക്നെസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വളരെ സ്ഫുടതയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. മറ്റ് പിക്സാർട്ടിലുകളൊന്നും ഇത് ലഭ്യമല്ല. നോക്കുക, അതുപോലെ നമുക്ക് ഡാർക്ക്നെസ് ചെയ്തു. ഇപ്പോൾ ഇതൊരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്തു എന്ന് തന്നെ ഇപ്പോൾ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. നാച്ചുറൽ ഫീലിംഗ് കിട്ടുന്ന ഒരു എഡിറ്റിംഗ് ആണിത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് ഇത് സെലക്ട് ചെയ്തു എന്നുള്ളൊരു ഓപ്ഷനാണിത്. നോക്കുക. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വെയ്റ്റിംഗ് കൊടുത്തതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി പരിചയപ്പെടാം. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിക്വിഫൈ മോഡൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിന് ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ സ്മൈലിംഗ് അതുപോലെ തന്നെ എന്തൊക്കെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ താഴെ കാണുന്ന ഫേസിൻ്റെ ഭാഗത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസിന് മാത്രം ഇത് സെലക്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. ഫേസ് എന്ന ഭാഗത്ത് മാത്രം അത് പോയി നിൽക്കും. ഇനി ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസിൻ്റെ നോക്കുക, ഫേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഖം ഒന്ന് വീർപ്പിക്കാനും അതുപോലെ തന്നെ ഒന്ന് ചുരുക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കേണ്ടത് അതേ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുപോയി ചെയ്യാവുന്നതാണ്. ഇത്തിരി പ്രായം കുറയ്ക്കാനും ഇത്തിരി പ്രായം കൂട്ടാനൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. അതേപോലെ താഴത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക ഇതുപോലെ നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നോക്കുക, ഇത്തിരി ബോളിവുഡ് ലുക്കിലൊക്കെ ഡ്യൂക്ക് ആയി മാറിയിട്ടുണ്ട്. താഴത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ താടിയുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. ഈ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വീർപ്പിച്ചെടുക്കാനും ഏതെങ്കിലും ഒരു ഭാഗത്ത് തടി കുറക്കാനൊക്കെ സാധിക്കുന്നതാണ്. നോക്കുക, ഇപ്പോൾ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇത് ത്രില്ലാണ്. ഇത് ഈ ഇമേജിന് ഉപയോഗിച്ച് കൊണ്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ കാണിച്ചു തരാം. ഈ ഭാഗത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതുപോലെ ഫേസ് ഒന്ന് ചിരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളതാണ്. ഇത് ഓൾറെഡി ചെരിഞ്ഞതാണ്, അതാണ് പറഞ്ഞത്. ഇത് ഈ ഇമേജിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്ര രസം ഉണ്ടാവുന്ന അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിന് ഉപയോഗിക്കുന്നതാണ്. ഇത് മൂന്നാമത്തെ സ്വെല്ലാണ്. സെല്ലും ഇതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ്. ഇതുപോലെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ പഠിച്ചു. ഇത് റാപ്പിംഗ് ആണ്. റാപ്പിംഗ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ആവശ്യമുള്ള സ്പേസ് കൂട്ടാനും വലിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് ഉപയോഗിച്ച് പഠിച്ചു. ഇനിയും ഒരുപാട് ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഡിസ്കോസ് ആണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ്, അതുപോലെ തന്നെ കളർ, അതുപോലെ തന്നെ ലൈറ്റ്സ്. ഇത് സൈസ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷനാണ്. വളരെ അടിപൊളിയായിട്ടുള്ള
എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് എനിക്ക് വരാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എനിക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ സാധിക്കുക. ഇനി നോക്കുക, നമ്മൾ 2 ഫോട്ടോസും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഒരല്പം വെളുത്തിരിക്കുന്നു, ഇതൊരു അല്പം ഡാർക്ക്നെസ് ആണ്. ഇപ്പോൾ ചെയ്ത ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ഇൻ്റർഫേസിൽ ഇതിങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ FBയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ഫ്രീക്കന്മാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. ഫേസ്ബുക്കിലേക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാം. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് ഇതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ മെച്യൂരിറ്റിയും അതുപോലെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാം, ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ, നന്ദി, നമസ്കാരം.